ഈ ലോകത്ത് സർവ്വ ആരോഗ്യത്തോടും കൂടിയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ, അങ്ങനെ കിട്ടിയ ഒരാളാണ് എൻ്റെ മകൻ. പക്ഷെ അവൻ എന്താണ് കിട്ടിയതെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. മഞ്ജു വാര്യരെ പോലെ തന്നെ മലയാളി എന്നും നെഞ്ചേറ്റുന്ന നടിയാണ് നവ്യ നായർ. രണ്ടുപേരെയും സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഇരുകൈയും നീട്ടിയാണ് മലയാളി സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു പല നടിമാരിൽ നിന്നും വ്യത്യസ്തമായി ഇരുവർക്കും എപ്പോഴും മലയാളികളുടെ സ്നേഹവായ്പ ലഭിക്കുന്നതെന്നറിയാൻ ഒരു പുരസ്കാരവേദിയിൽ കണ്ണുനീരോടെ നവ്യ മലയാളികളോട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ മാത്രം മതിയാകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, അപ്പോഴാണ് മോനെ നിനക്ക് മനസ്സിലാവുക നിനക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയത്, മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. അപ്പം അതിനുവേണ്ടി എൻ്റെ മകനെ ഞാനിവിടെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കട്ടെ. പത്തനാപുരം ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ റൂറൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിച്ച ശേഷമായിരുന്നു നവ്യയുടെ പ്രസംഗം. ഗാന്ധി ഭവനിലെ അശരണരായ പ്രായമായവരെ കണ്ട് മനസ്സുവിങ്ങിയാണ് നവ്യ സംസാരിച്ചത് മുഴുവൻ. ഈ ഗാന്ധി ഭവനിൽ കഴിയുന്ന അച്ഛനമ്മമാരെ കാണിക്കാൻ തന്റെ മകൻ സായി കൃഷ്ണനെ കൊണ്ടുവരുമെന്നും എല്ലാ സുഖലോലുപതയോടും കൂടി ജീവിക്കുന്ന അവൻ ഈ അവസ്ഥയെല്ലാം കണ്ട് തിരിച്ചറിഞ്ഞു വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായും പറഞ്ഞു. അനാവശ്യമായ പർച്ചേസിംഗിന് ശ്രമിച്ച തന്റെ മകനെ മുമ്പൊരിക്കൽ നൽകിയ ഹൃദയസ്പർശിയായ ഉപദേശം കൂടി പങ്കുവച്ചാണ് നവ്യ കണ്ണുനീരോടെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നെ എൻ്റെ മനസ്സിലിവിടെ വന്നപ്പോൾ തോന്നിയത്, എനിക്കൊരു മകനുണ്ട്, അവന് 11 വയസ്സാണ്, സായി കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് PS5 ഉണ്ട്. ഈ അടുത്ത ദിവസം ഞങ്ങൾ ബഹറിനിൽ പോയപ്പോൾ അവൻ എന്താ കളിപ്പാട്ടം എടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഒരു 2 TBയുടെ ഒരു ഡിസ്ക് അവൻ പോയിട്ട് എടുത്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതിനെന്തോ 1,00,000 രൂപയോളം വില വരും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എന്തിനാണ് ഇത് എടുക്കുന്ന ഈ മെമ്മറി കാർഡ്? അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ഗെയിമിനൊക്കെ ഒരുപാട് സ്പേസ് വേണം അമ്മയെ കളിക്കാൻ. അപ്പോൾ അത്രയും സ്പേസ് എൻ്റെ കയ്യിലിരിക്കുന്ന PS5 ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാം. അപ്പോൾ എനിക്ക് ടെക്നിക്കലി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ PS5 ഗെയിമിൻ്റെ ആ ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഗെയിം ഡൗൺലോഡ് ചെയ്താൽ നിനക്ക് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ അമ്മേ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പോലും എൻ്റെ മകനൊന്നും സാധിക്കാത്തത് അവർക്ക് മറ്റു പല അവസരങ്ങളും ഓപ്ഷൻസും ധാരാളമായിട്ട് മുന്നിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, അപ്പോഴാണ് മോനെ നിനക്ക് മനസ്സിലാവുക നിനക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയത്. ഈ ലോകത്ത് സർവ്വ ആരോഗ്യത്തോടും കൂടിയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ, അങ്ങനെ കിട്ടിയ ഒരാളാണ് എൻ്റെ മകൻ. പക്ഷെ അവൻ എന്താണ് കിട്ടിയതെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. അപ്പം അതിനുവേണ്ടി എൻ്റെ മകനെ ഞാനിവിടെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കട്ടെ. ഒരു പക്ഷെ അങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കെന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ അവനെ പോലെയുള്ള വരുന്ന തലമുറയ്ക്ക് വലുതായിട്ട് തോന്നും. ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും വേണ്ടത്ര സമയം കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഉദ്യോഗസ്ഥരായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് സമയം തരാൻ കുറച്ച് കഴിയാതെ പോയ ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അവരന്നും ഓടിയത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് ഭക്ഷണം തരാനും നമുക്ക് നല്ല വിദ്യാഭ്യാസം തരാനും നമുക്ക് നല്ല കൂരയിൽ കിടന്ന് ഉറങ്ങാനും വേണ്ടിയിട്ടാണ് അവരാ കഷ്ടപ്പെട്ടത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരോട് നമ്മളൊന്ന് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. ഇതൊക്കെ ചെയ്യണം, അതല്ല ഇതൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. ഇതല്ലാതെ എന്നെക്കൊണ്ട് എന്താണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. എപ്പോൾ വിളിച്ചാലും വരാം. എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് സഹായിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സാറിന് പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളോടൊപ്പം
എന്നെപ്പോലും ഒരു ചെറിയ കലാകാരിക്ക് അവാർഡ് തന്നതിൽ വളരെയധികം സന്തോഷം. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ഒരുത്തി എന്നാണ് സിനിമയുടെ പേര്. അത് റിലീസായി. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തിയേറ്ററിൽ ഇത്രയധികം ദിവസം ആ സിനിമ ഓടി, നിങ്ങൾ പ്രേക്ഷകർ കണ്ട് അതിനെ എന്താ പറയുക സ്വീകരിച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് പേര് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടു, പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോൾ ഈ ഫെസ്റ്റിവലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ചോദ്യം ചോദിക്കാൻ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനെന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാൾ കൂടുതൽ ചോദ്യം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്തയാവാനാണെങ്കിൽ യു മേ പ്രൊസീഡ്. എനിക്കൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതായത് ഞാൻ വന്നത് വളരെ അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത, അത്ര വാർത്താ മൂല്യമില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അതിലേക്ക് ഇത്തരത്തിലൊരു കാര്യം വലിച്ചഴച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതായി പോകും വാർത്ത. അവിടെ മാതങ്കി ഫെസ്റ്റിവലും ഈ നൃത്തത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളും വേണ്ട രീതിയിൽ റീച്ച് ചെയ്യപ്പെടാതെ ഇരിക്കും. അപ്പോൾ ദയവേത് അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും. നിങ്ങളുടെ അവകാശമാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്തായാലും നിങ്ങൾക്ക് പറ്റും. മീഡിയ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷേ ഇങ്ങനെ ആക്കി തന്നാൽ വളരെ സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഒരു കാര്യവും കൂടി നിങ്ങൾ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായമായിരിക്കും. അതായത് ഇത് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പാസ് ഇന്ന സ്ഥലത്തു നിന്നൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ ഈ ടിക്കറ്റ് കിട്ടിയവർക്ക് എല്ലാവർക്കും സീറ്റ് എന്ന് അവർ വിചാരിക്കരുത്. ആദ്യം വരുന്നവരാരാണോ അവർക്കായിരിക്കും സീറ്റ് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ ഭാഷയിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമായിരുന്നു. പാസ് എടുക്കണം. എന്തായാലും പാസ് എടുക്കുന്നവർക്ക് എൻട്രി ഉള്ളൂ. പക്ഷേ ആ പാസ് തന്നെ എടുത്തിട്ട് നേരത്തെ വരുന്നവരാണെങ്കിൽ അവർ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിനേ ഉള്ളൂ. സിൻസ് നമ്മൾ പൈസ വാങ്ങിയിട്ടല്ലാത്തത് കൊണ്ട് പാസ് എടുത്തിട്ട് ചിലപ്പോൾ വരാതിരുന്നിട്ട് ആൾക്കാർക്ക് ഒരു ഇത് മിസ്സാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ ഫൈൻ ആർട്സ് ഹാളിലുള്ള അത്രയും സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അല്ല, പ്രായമുള്ളവരൊക്കെ വന്നിരുന്നു. എന്താ അതെ. പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടിങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ വരെ വന്നു പ്രോഗ്രാമിന്. ദർ ആർ ലോട്ട് ഓഫ് ആർട്ട് കൊണോഷ്യസ് അറൗണ്ട് ഹിയർ. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ കൂടുതലുള്ള സ്റ്റുഡൻസിനോട് പറഞ്ഞും വെച്ചിട്ടുണ്ട്. അവരെ കയറ്റി പ്രോപ്പറായിട്ട് ഇരുത്താനുള്ള സഹായത്തിന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. പാസ് വിതരണം ഫൈൻ ആർട്സ് ഹാളിലുണ്ട്. RLB കോളേജിൽ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എൻ്റെ നൃത്ത വിദ്യാലയമായ മാതങ്കി സ്കൂളിൽ പടമുകളിലുണ്ട്. പിന്നെ എൻ്റെ PR ടീമിന് ഒരു ഓഫീസുണ്ട് കടവന്ത്രയിൽ. അവിടെ ലാല റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഗിരിനഗറിലൊരെണ്ണമുണ്ട്. പിന്നെ സ്വയംവര സിൽക്സ് നമ്മുടെ സ്പോൺസറാണല്ലോ, അപ്പോൾ അവിടെ എടപ്പള്ളിയിലുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർക്ക് പോയി കളക്ട് ചെയ്യാനുള്ളൊരു സൗകര്യം നോക്കിയിട്ട് പല സ്ഥലത്തും. പിന്നെ അവർക്ക് വെന്യൂവിൽ പോയിട്ടും കളക്ട് ചെയ്യാം. പക്ഷെ അപ്പം നേരത്തെ എത്തിയിട്ട് നമ്മുടെ പാസ് തീർന്നു പോയാൽ പറ്റില്ല. അത്രയെങ്കിലും ഒരു കാര്യം അവർ ചെയ്യണം. പോയ പാസ് ഒന്ന് എടുക്കണം.